അച്ഛനും ഏട്ടനും മുത്തശ്ശിയൊക്കെ രാവിലെ അമ്പലത്തിൽ പോയതും ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. ഞാൻ കതക് തുറക്കാതെ തന്നെ ജനലിൽ കൂടി നോക്കി. അയാളായിരുന്നു അത്, എൻ്റെ ജീവിതം തകർത്തവൻ. അവനെ കണ്ട് എനിക്ക് കതക് തുറക്കാൻ തോന്നിയ നശിച്ച ആ നിമിഷം. അകത്തേക്ക് കയറി അവൻ ആദ്യം എന്നോട് സ്നേഹത്തിൽ തന്നെയാണ് സംസാരിച്ചത്. ഞാൻ ആ സംസാരത്തിൽ വീണുപോയി. അല്ല, അവൻ വീഴ്ത്തി. ഞാൻ ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ അവൻ എന്നോട് പഠിച്ചോളാനും അവൻ ജ്യൂസ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. തിരികെ 2 ഗ്ലാസ്സിൽ അവൻ ജ്യൂസായിട്ട് വന്നു. അതിലൊരു ഗ്ലാസ് അവൻ എനിക്ക് തന്നു. ഞാൻ അവനെ വിശ്വസിച്ചത് കുടിച്ചു. പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. മയക്കത്തിൽ നിന്ന് ഞാൻ കണ്ണുകൾ തുറന്നപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ശരീരം ഒരു പുതപ്പിൻ്റെ മറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ താളുകൾ അവളുടെ കണ്ണീരിൽ കുതിർന്നിരുന്നു. ആരായിരിക്കും അയാൾ? അവൾ എന്തുകൊണ്ട് അയാളുടെ പേര് പറയാത്തത്? ആരോ അറിയുന്ന ആളാണ്. അല്ലെങ്കിൽ അവൾ ധൈര്യത്തോടെ വാതിൽ തുറക്കില്ല. അവളോട് ഇത്ര അടുപ്പം ഉണ്ടായിരുന്നത് ആർക്കായിരിക്കും? ഇനി മുൻപേ പറഞ്ഞ ആളായിരിക്കുമോ? സിദ്ധുവിൻ്റെ ആ കൂട്ടുകാരൻ. പക്ഷേ ആദ്യം അവൾ അവനെപ്പറ്റി എഴുതിയിരുന്നത് അവൾ അവന് സിദ്ധുവിൻ്റെ സ്ഥാനം കൊടുത്തിരുന്നു എന്നല്ലേ? അപ്പോൾ അവൻ അങ്ങനെ ചെയ്യുമോ? അത്രയും സ്നേഹമല്ലായിരുന്നു അവർ തമ്മിൽ. അവൻ മനസ്സിൽ ചിന്തിച്ചു. എന്തിനോ അവൻ്റെ മനസ്സ് വേദനിച്ചു. എന്തിനോ അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. പിന്നെ എന്തായിരിക്കാം ഉണ്ടായത് എന്നറിയാനും അവൾ അവനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നറിയാനും അവൻ അടുത്ത പേജ് എടുത്തു. ഏട്ടനോട് പറയണമെന്ന് പലതവണ കരുതിയതാ. പക്ഷെ എങ്ങനെ പറയും? എന്നെ തെറ്റിദ്ധരിക്കുമോ? ഇതൊക്കെ അറിഞ്ഞാൽ എൻ്റെ ഏട്ടനും അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുമോ? അത്രയേറെ വിശ്വസിച്ചിരുന്നല്ലേ അയാളെ. അയാൾ എന്നോടിങ്ങനെ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അയാളെ വിശ്വസിച്ചതോർത്ത്, അയാളെ സ്നേഹിച്ചതോർത്ത്. എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് ചോദിക്കാൻ ഞാൻ അയാളെ വിളിച്ചു. പക്ഷെ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു അയാളുടെ മറുപടി. ഇത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ അയാൾ എൻ്റെ വീഡിയോ എല്ലാം പോൺ സൈറ്റിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാനും അയാളും തമ്മിലുള്ള വീഡിയോ അയാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെ ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് അയാൾ അയച്ചു തന്നു. ഒരു നിമിഷം ഞാൻ ആ വീഡിയോയിലേക്ക് നോക്കിയുള്ളൂ. എൻ്റെ കൈകൾ വിറച്ചുപോയി. ഹൃദയമിടിപ്പ് വേഗത്തിലായി. എനിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. ആരോടും ഇതൊന്നും പറയാൻ കഴിയാതെ ഞാൻ മിനിറ്റുകൾ, മണിക്കൂറുകൾ കഴിച്ചുകൂട്ടി. എന്നോട് ഇത്രയൊക്കെ ചെയ്തവൻ ആ വീഡിയോ അവൻ പറഞ്ഞതുപോലെ സൈറ്റുകളിൽ ഇടാൻ ഒരു മടിയും കാണില്ല എന്ന് എനിക്കറിയായിരുന്നു. പേടിച്ചിട്ടാ ഞാൻ പുറത്ത് ആരോടും പറയാഞ്ഞത്. എൻ്റെ മുഖം മാറിയത് കണ്ട് ഇന്ന് അമ്മയും സിദ്ധുവേട്ടനും എന്നോട് മാറി മാറി ചോദിച്ചു കാര്യം എന്താണെന്ന്. തലവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഉള്ളിലെ തീ എങ്ങനെയാണ് അവരോട് പറയേണ്ടതെന്ന്. ഇന്ന് രാവിലെ എന്നെ കോളേജിൽ ഏട്ടൻ തന്നെയാണ് കൊണ്ടാക്കിയത്. കോളേജിൽ കൊണ്ടാക്കുന്നത് വരെയും സിദ്ധുവേട്ടൻ എന്നോട് കാര്യം ചോദിച്ചു. പനിക്കോളാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. കോളേജിൽ വെച്ച് അശ്വിൻ ചേട്ടനെ കണ്ടു. എനിക്ക് അശ്വിൻ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സ്വയം വെറുപ്പ് തോന്നി. അശ്വിൻ ചേട്ടനെ നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്ന് മനസ്സിലായി. എപ്പോഴെങ്കിലും ഒന്ന് അടുത്ത് കാണുമ്പോൾ ആ മുഖത്ത് നോക്കി ഒരു സോറി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ആ ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനായിരുന്നു അവൾ എൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞിട്ട് പോയത്. അതിനവൾ മനഃപൂർവ്വം അല്ലായിരുന്നല്ലോ തെറ്റ് ചെയ്തത്. ഷേ, അവൾ ആ സോറി വന്ന് പറഞ്ഞപ്പോഴെങ്കിലും അതെന്തിനായിരുന്നു എന്ന് ചോദിക്കേണ്ടതായിരുന്നു ഞാൻ. എപ്പോഴും തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ നിൽക്കുന്ന അവളോട് ഒരു തവണയെങ്കിലും താൻ സംസാരിക്കേണ്ടതായിരുന്നു. എങ്കിലിപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ മനസ്സിലോർത്തതും അവനോട് തന്നെ ദേഷ്യം തോന്നി. അവൻ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അടുത്ത പേജ് എടുത്തു. 1 മാസമുള്ളിൽ തീയായിട്ട് എങ്ങനെയാ തള്ളി നീക്കിയെന്ന് എനിക്കറിയില്ല. ഈ മാസം എൻ്റെ പീരീഡ്സ് തെറ്റി. എനിക്ക് വല്ലാത്ത ഭയം തോന്നി. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് സംഭവിക്കുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് വല്ലാത്ത ക്ഷീണമായിരുന്നു. ഇത്രയും ദിവസം എങ്ങനെയാണ് ഏട്ടൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ സന്തോഷം അഭിനയിച്ച് പിടിച്ചു നിന്നതെന്ന് എനിക്കറിയില്ല. ഇന്നെൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ അറിഞ്ഞ് എനിക്ക് വല്ലാത്ത ഭയം തോന്നി. എല്ലാവരും എല്ലാം അറിയുമെന്ന് എനിക്ക് ഉറപ്പായി. ഏട്ടനോടും അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞ് ഞാനിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്രയും പറഞ്ഞ ആ ഡയറിയിലെ എഴുത്തുകൾ അവസാനിച്ചിരുന്നു. ഇതിൻ്റെ ബാക്കിയില്ലല്ലോ. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോയ ദിവസം അത് അന്നായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായെന്നല്ലേ സിദ്ധു പറഞ്ഞത്? പ്രഗ്നൻസി റിപ്പോർട്ട് അവളുടെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ ആരായിരിക്കും ഇതിന് പിന്നിൽ? റിനോഷായിരിക്കുമോ? സിദ്ധു കോളേജിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഏത് പെൺകുട്ടിയായിരിക്കും ഞാനും അവളും തമ്മിൽ അഫെയർ ആയിരുന്നു എന്ന് പറഞ്ഞത്? അതുകൊണ്ട് അവൾക്ക് എന്തായിരുന്നു കാണും നേട്ടം? ഈ ഡയറി സിദ്ധു കണ്ടിട്ടുണ്ടാവില്ലേ? എന്തായാലും ഈ ഡയറിയുടെ കാര്യവും ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യവും ഉടനെ തന്നെ അവരെ അറിയിക്കണം. ചിലപ്പോൾ സിദ്ധിയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകളെ ഇതിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. സിദ്ധിയുടെ മരണം വെറും ഒരു ആക്സിഡൻറ്റ് മാത്രമായിരിക്കുമോ? അതോ ആരെങ്കിലും മനഃപൂർവ്വം? അതിനുള്ള ഉത്തരമെല്ലാം കണ്ടെത്തണം, അറിയിക്കണം. ആദ്യം ഇതൊക്കെ അവരെ രണ്ടുപേരെ അറിയിക്കണം. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കിടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു രാവിലെ സിദ്ധു പതിവ് പോലെ ഓഫീസിൽ പോയിരുന്നു. സിദ്ധു പോയതും പുറത്ത് മറ്റൊരു കാർ വന്നിരുന്നു. അതിൽ നിന്നും ഇറങ്ങുന്നത് ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അവനെ നോക്കി അവിടെ തന്നെ നിന്നു. അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവനും തിരികെ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിരുന്നു. അഭിയേട്ടൻ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ റിനോഷേട്ടാ. റിനോഷിനെ കണ്ടതും അവൾ ചിരിയോടെ പറഞ്ഞു.
അതെന്തായാലും നന്നായി. ഞാൻ കരുതിയത് ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞത് താൻ അവനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാ. അവൻ അവളെ നോക്കി പറഞ്ഞു. ഏയ്, ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ എന്നോട് മാത്രം സംസാരിക്കേണ്ട കാര്യമാണെന്ന്. അതുകൊണ്ട് ഞാൻ അഭിയേട്ടനോട് പറഞ്ഞില്ല. എന്തോ സീരിയസ് ആണെന്ന് എനിക്ക് ഏട്ടൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഏട്ടൻ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറയില്ലല്ലോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മുത്തശ്ശിയില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഉണ്ട്, കിടക്കുക. അല്ല, ഏട്ടന് എന്താ എന്നോട് പറയാനുള്ളത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനിത് തന്നോട് പറയണോ വേണ്ടായോ എന്ന് ഒരുപാട് തവണ ചിന്തിച്ചതാ. പക്ഷെ പിന്നെ പറയാതിരിക്കാൻ തോന്നിയില്ല. അവൻ മുഖവരയോടുകൂടി അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. എന്താ ഏട്ടാ? അവൾ സംശയത്താൽ ചോദിച്ചു. അത് ഞാൻ എങ്ങനെയാ തന്നോടത് പറയേണ്ടത്? എന്നാൽ തന്നോട് എനിക്കത് പറയാതിരിക്കാനും വയ്യ. അവൾ ചെയ്ത തെറ്റിന് താൻ അനുഭവിക്കുന്നത് ശരിയല്ലല്ലോ. അവൻ പറഞ്ഞതും അവൾ നെറ്റിച്ചുളിച്ചു. ആര് ചെയ്ത തെറ്റ്? അവൾ വീണ്ടും ചോദിച്ചു. സിദ്ധി. അവൾ ആള് ശരിയല്ലായിരുന്നു അമ്മോ. അവൾക്ക് പല ആണുങ്ങളുമായിട്ട് വഴിതെറ്റി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഗർഭിണിയായത്. ഇതൊക്കെ എനിക്ക് സിദ്ധുവിനോട് പറയാൻ പറ്റുമോ? ഞാൻ ഒരുപാട് തവണ അവളെ വിലക്കിയതാ. പക്ഷേ അവൾ അപ്പോഴേക്കും നശിച്ചു പോയിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും അവൾ ഞെട്ടിപ്പോയി. എന്താ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യം അമ്മോ. അവൾ ആള് ശരിയല്ലായിരുന്നു. സിദ്ധുവിനൊന്നും അറിയില്ലായിരുന്നു. അവൻ ദയനീയത ചമഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല. സിദ്ധി അങ്ങനെ ആവില്ല. സിദ്ധി പാവമായിരുന്നു. എൻ്റെ അഭിയേട്ടനെ പോലെ. എൻ്റെ അഭിയേട്ടനാ അവളെ വളർത്തിയത്. അവൾ ഒരിക്കലും തെറ്റിപ്പോവില്ല. അമ്മു ഉറപ്പോടെ പറഞ്ഞു. അമ്മു, താനൊരു പാവമാ. താൻ എല്ലാവരെയും അമിതമായിട്ട് വിശ്വസിക്കും. സ്നേഹം കാണിക്കുമ്പോൾ താനങ്ങ് വീണു പോകും. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മു, തൻ്റെ ആങ്ങളെ സിദ്ധി ഒരേ കോളേജിലാണ് പഠിച്ചതെന്ന് തനിക്കറിയോ? അവൻ ചോദിച്ചതും അവൾ അറിയാമെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി. സിദ്ധിക്ക് തൻ്റെ ബ്രദറിനെ ഇഷ്ടമായിരുന്നു, അത് തനിക്കറിയോ? അവൻ വീണ്ടും ചോദിച്ചു. അത് കേട്ട് അമ്മു ഞെട്ടിപ്പോയി. അവൾക്കതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. ഇല്ല, അവൾ മറുപടി പറഞ്ഞു. എങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ ചേട്ടനെ ഇഷ്ടമായിരുന്നു സിദ്ധിക്ക്. പക്ഷേ തൻ്റെ ചേട്ടന് പോലും ആ ഇഷ്ടത്തെപ്പറ്റി അറിയില്ല. എന്നാൽ സിദ്ധുവിന് അറിയാമായിരുന്നു. മരിക്കുമ്പോൾ സിദ്ധി പ്രഗ്നൻ്റ് ആയിരുന്നു. അത് തൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു സിദ്ധു. റിനോഷ് പറയുന്ന ഓരോ വാക്കുകളും അവളിൽ വിറയലുണ്ടാക്കി. അവൾ കസേരയിലേക്ക് ഇരുന്നു പോയി. അതിൻ്റെ വാശി തീർക്കാനാ അവൻ തന്നെ വിവാഹം ചെയ്തതെങ്കിലും ഇപ്പോൾ അവൻ ഒരുപാട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. യു ആർ ലക്കി അമ്മോ. അവന് തന്നെ ജീവനാ. താനില്ലാത്തൊരു ലോകത്തെപ്പറ്റി അവനിപ്പോൾ ചിന്തിക്കാൻ കൂടി കഴിയില്ല. അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും അമ്മു ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞേ? എന്നെ എന്നെ അവിയേട്ടൻ വാശിക്ക് സ്നേഹിച്ചതാണെന്നോ? അവൾ വിശ്വാസം വരാത്തതുപോലെ സംശയത്തോട് ചോദിച്ചു. അപ്പോൾ തനിക്കിതൊന്നും അറിയില്ലേ? അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. അയ്യോ, ഞാൻ കരുതി അവൻ തന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. ശരിക്കും ഞാനിവിടെ വന്നപ്പോഴാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്. ഇത് കേട്ടിട്ട് ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. ഒരു കാര്യത്തിനെ പറ്റി കറക്റ്റായിട്ട് ഒരു അറിവും ഇല്ലാതെ ആ വാശിക്ക് മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ലല്ലോ. എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ആങ്ങളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് തന്നെ ബലിയാടാക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. എൻ്റെ അഭിയേട്ടൻ ഒരിക്കലും എന്നെ വാശിപ്പുറത്ത് സ്നേഹിക്കില്ല. അവൾ വിശ്വാസം വരാത്തതുപോലെ അവനോട് പറഞ്ഞു. അതെ, അവൻ ശരിക്കും ഇതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ആദ്യം ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അവൻ മനഃപൂർവ്വമാണ് കോളേജിൽ ക്യാമ്പസ് സെലക്ഷൻ വെച്ചതെന്നും അതിൽ നിന്നും തന്നെ തിരഞ്ഞെടുത്തതെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അതുമാത്രമല്ല, അന്ന് താൻ അവനോടൊപ്പം ഒരു ഹോട്ടൽ റൂമിൽ, അതൊക്കെ അവൻ്റെ പ്ലാനായിരുന്നു. അവൻ്റെ ഒപ്പം പോകാനിരുന്ന പയ്യനെ മാറ്റിയതും റൂം എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങളും അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, തൻ്റെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടി. ഇതൊക്കെ കള്ളാണെങ്കിൽ എങ്ങനെയാമോ ഇതൊക്കെ ഞാൻ അറിയുന്നേ? ഇതെല്ലാം അവൻ തന്നെ എന്നോട് പറഞ്ഞതാ. എല്ലാം കേട്ടപ്പോൾ എനിക്ക് അവനിട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് വരെ തോന്നി. ഇത്രയൊക്കെ ഇപ്പം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അന്ന് കാണിച്ചത് വിശ്വാസവഞ്ചന തന്നെയല്ലേ? റിനോഷ് അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഞെട്ടി അവനെ നോക്കി. അവളുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകി, ചുണ്ടുകൾ വിതുമ്പി. എൻ്റെ അഭിയേട്ടൻ എന്നെ, ഞാൻ വിശ്വസിച്ചിട്ട് എൻ്റെ വീട്ടുകാരെ വരെ ഞാൻ ആദ്യം എതിർത്തത്. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇതൊക്കെ അവന് അന്ന് അബദ്ധം പറ്റിപ്പോയതാ അമ്മോ. ഇപ്പോൾ അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നല്ലവൻ ചമഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അന്ന് പറ്റിച്ചില്ലേ എന്നെ? ഞാൻ വിശ്വസിച്ചിട്ട് എന്നെ ചതിച്ചില്ലേ? അപ്പോൾ വിവാഹത്തിന് മുമ്പ് എൻ്റെ ഏട്ടനല്ല തെറ്റുകാരനെന്ന് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ അഭിയേട്ടൻ എന്നെ ചതിക്കുമായിരുന്നോ? സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്നാൽ അതിന് അവൻ ഉത്തരം ഒന്നും തന്നെ പറഞ്ഞില്ല. എൻ്റെ ചേട്ടായി അല്ലല്ലോ സിദ്ധിയെ. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ്, ഒരിക്കലും അല്ല. അശ്വിൻ ഇതൊന്നും അറിയുക പോലും ഇല്ലായിരുന്നു. സിദ്ധിയെ ചതിച്ചത് അശ്വിൻ അല്ല എന്ന് അറിഞ്ഞപ്പോഴാണ് സിദ്ധു തന്നെ പ്രണയിച്ചു തുടങ്ങിയത്. അതുവരെ തന്നോട് വാശി മാത്രമായിരുന്നു അവന്. തൻ്റെ കാര്യത്തിൽ പശ്ചാത്താപം തോന്നി.
ഇപ്പോൾ മറ്റെന്തിനേക്കാളും തന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട്. തന്നോട് ഇതൊന്നും പറയേണ്ടെന്നാണ് ഞാൻ കരുതിയതാ. പക്ഷേ എനിക്കെന്തോ തൻ്റെ കാര്യത്തിൽ വിഷമം തോന്നി. അതുകൊണ്ടാ ഞാനിതൊക്കെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ പേരിൽ അവനുമായിട്ട് താൻ വഴക്കിനൊന്നും പോകണ്ട കേട്ടോ. പിന്നെ ഞാനിത് തന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ അറിയണ്ട. തൻ്റെ മനസ്സിൽ മാത്രം വെച്ചിരുന്നാൽ മതി. റിനോഷ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എല്ലാം കേട്ടവൾ വല്ലാതെയായിപ്പോയി. സിദ്ധു തന്നെ സ്നേഹിച്ചത് കേവലം ഒരു വാശിക്കാണെന്ന് അറിഞ്ഞതും അവൾക്ക് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. എടോ, താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എല്ലാം താനെന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് സത്യത്തിൽ ഇതൊക്കെ തന്നോട് പറയാതിരിക്കായിരുന്നു. കാരണം അവൻ എൻ്റെ നല്ലൊരു സുഹൃത്താ. ഞാൻ ഇതൊക്കെ തന്നോട് വന്ന് പറയുമ്പോൾ തനിക്ക് വേണമെങ്കിൽ അവനെ തന്നെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതാം. പക്ഷേ ഇത് ഞാൻ തന്നെ അവനെ തമ്മിൽ തെറ്റിക്കാൻ പറയുന്നതല്ല. എനിക്കെന്തോ അവൻ ഇതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ തൻ്റെ കാര്യത്തിൽ വല്ലാത്ത സങ്കടം തോന്നി. അപ്പോൾ തന്നോട് ഇതൊക്കെ ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതി. അത് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനൊന്നും അല്ല കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് പെങ്ങന്മാരില്ലെങ്കിൽ പോലും തന്നെ ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളായിട്ടാണ് കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെടുകയും മറ്റും ചെയ്തു. താനിനി ഇത് അവനോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഇതിൻ്റെ പേരിൽ താനിനി അവനോട് വഴക്കുണ്ടാക്കുകയും വേണ്ട. ഞാൻ പറയുന്നതൊക്കെ തനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. മനസ്സിലാകുന്നുണ്ടെന്നുള്ള അർത്ഥത്തിൽ ആ കണ്ണുനീരിനിടയിലും തലയാട്ടി. കരയാതെ മോളെ, അവന് ചിലപ്പോൾ ഒരു തെറ്റ് പറ്റിയതാകാം. പെങ്ങളോടുള്ള അന്ധമായ സ്നേഹവും വിശ്വാസവും കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായതാ. അവൻ അറിയില്ലല്ലോ അവളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു എന്ന്. അവൻ്റെ മുൻപിൽ അവൾ വെറും ഒരു പാവം കുട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിദ്ധിയെ എനിക്കും അത്ര വിശ്വാസമായിരുന്നു. ഞാനും എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെ അവളെ കരുതിയിരുന്നേ. പക്ഷെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേർ സിദ്ധിയെ പല സ്ഥലത്തും പല പയ്യന്മാരുടെയും കൂടെ കണ്ടതായിട്ട് എന്നോട് വന്ന് പറഞ്ഞു. അതൊക്കെ സിദ്ധുവിനോട് എനിക്ക് പറയണമെന്നുണ്ടെങ്കിലും പെങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന അവൻ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനോടൊന്നും പറയാതെ മറച്ചു വെച്ചത്. പക്ഷെ അതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ നോക്കി. സ്വന്തം പെങ്ങളെപ്പോലെ സ്നേഹിച്ചിട്ട് ഏട്ടൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ? അമ്മ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് തവണ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. അവൾ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും സിദ്ധുവിനോട് പറയരുതെന്നും അവളെൻ്റെ മുൻപിൽ കരഞ്ഞു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവനോടൊന്നും പറയാഞ്ഞത്. അവൻ തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞു. അമ്മു, താൻ ഇങ്ങനെ കരയാതെ കുറച്ച് ബോൾഡായിട്ട് നിൽക്കടോ. ഞാൻ ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ട് താൻ ചെന്ന് അവനോട് ചോദിക്കുവോ? അവനും ഞാനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് താൻ ഇല്ലാതാക്കരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൻ്റെ മനസ്സിൽ മാത്രമേ ഇരിക്കാവൂ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പറയില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. മുത്തശ്ശി, അവൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു. കിടക്കുക. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവനൊന്ന് മൂളി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഒന്നും മനസ്സിൽ വെക്കാൻ നിൽക്കണ്ട. തന്നോടൊരു സ്നേഹം തോന്നിയതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഇതൊന്നും അവൻ്റെ മുമ്പിൽ കാണിക്കല്ലേ. തൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. അവൻ വീണ്ടും വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ അവളെ ഒന്ന് നോക്കി മനസ്സിലൊന്ന് ചിരിച്ചിട്ട് കാറിലേക്ക് കയറി. അമ്മു ഒക്കെ കേട്ടി ഞെട്ടി വിഷമിച്ച് അവിടെ തന്നെ ഇരുന്നു. സിദ്ധു തന്നെ പ്രണയിച്ചതും സ്നേഹിച്ചതുമൊക്കെ ഒരു വാശിപ്പുറത്തായിരുന്നു എന്ന് അറിഞ്ഞ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. കാറിലേക്ക് കയറി അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്തൊരു സ്നേഹവും പരസ്പര വിശ്വാസവും രണ്ടും തമ്മി. ഇന്ന് മുതൽ ഈ ബന്ധത്തിലൊരു വിള്ളൽ വീണു തുടങ്ങും. അവിടെയാ എൻ്റെ ജയം. സിദ്ധിയേക്കാൾ സുന്ദരിയാമു. ഫ്രഷ് അല്ലെങ്കിൽ എന്താ, ഷീസ് ഹോട്ട്. അവളുടെ ടേസ്റ്റ് അറിയാൻ തോന്നുക. നേരെ വഴിയിൽ എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ തെറ്റിച്ചാൽ മാത്രമേ അമ്മുവിൻ്റെ മനസ്സിൽ അവനോട് ദേഷ്യവും എന്നോട് അടുപ്പവും ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചിരിച്ചിട്ട് കാറെടുത്തു. അശ്വിനെ വിളിച്ച് ഇതൊക്കെ അറിയിക്കണമെന്ന് അമ്മുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവളത് വേണ്ടെന്ന് വെച്ചു. താൻ തിരഞ്ഞെടുത്ത ജീവിതമാണ്. ഈ ഒരു ബന്ധം വേണ്ട എന്ന് പപ്പയും മമ്മിയും ആവുന്നത് പറഞ്ഞതാ, വിലക്കിയതാ. എന്നിട്ടും തനിക്ക് അവിയേട്ടനോടുള്ള പ്രണയവും വിശ്വാസവും കൊണ്ടാ ഇതിപ്പോൾ വിവാഹ ജീവിതം വരെ എത്തി നിൽക്കുന്നത്. ആ സ്ഥിതിക്ക് തനിക്ക് അവരോട് ഒരു വിഷമവും പറയാനുള്ള ഒരു അർഹതയുമില്ല എന്ന് അവൾക്ക് തോന്നി. പറഞ്ഞാലും തൻ്റെ നേർക്ക് മാത്രമേ കുറ്റം വരികയുള്ളൂ എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളിതൊന്നും വീട്ടിൽ പറയേണ്ട എന്ന് തീരുമാനിച്ചു. വൈകിട്ട് സിദ്ധു ഓഫീസിൽ നിന്ന് വന്നപ്പോഴും അമ്പു കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. അവൻ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. സാധാരണ ഓഫീസിൽ നിന്നും അവൻ വരാൻ സമയമാകുമ്പോൾ പുറത്തു വന്ന് നിൽക്കുന്നവളാണ്. അവൾക്ക് എന്തെങ്കിലും വയ്യായ്മയാണോ എന്നുള്ള ആവലാതിയോടുകൂടി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അമ്മു. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. എന്തുപറ്റി? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല, വല്ലാത്തൊരു തലവേദന, ഞാൻ ഒന്ന് കിടക്കട്ടെ. അവൾ അതും പറഞ്ഞ് അവനെ വലിയ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടന്നു. തലവേദനയുടെ മൂഡ് സ്വിങ്സ് ആയിരിക്കും എന്ന് കരുതി അവൻ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചിട്ട് കുളിക്കാനായിട്ട് കയറി. അവൻ ബാത്റൂമിൽ കയറി ഡോർ അടച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വാശിയോടെ അവയെ തുടച്ചു കളഞ്ഞു.